എനിക്ക് വന്ന പല മെസ്സേജുകളിൽ ഒരു മെസ്സേജ് ഞാൻ വായിക്കുകയാണ്. മെസ്സേജ് അയച്ച ആരും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഒരു കാരണവശാലും പുറത്തേക്ക് വരില്ല, അതെൻ്റെ വാക്കാണ്. അതിലൊരാൾ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ. ദോസ് ടീച്ചേഴ്സ് ആർ റിയൽ സൈക്കോപാത്സ്. വി ഫീൽ ദറ്റ് എവറി സ്റ്റാഫ് ഷുഡ് ബി സസ്പെൻഡഡ് ആൻഡ് എൻക്വയറി ഷുഡ് ബി കണ്ടക്റ്റഡ്. യു നോ, വെൻ ഐ ഹേർഡ് ദ ടേം ഇഡിയറ്റ് ഐ നോ ഇറ്റ്സ് ഡോക്ടർ റാം. ഇൻ ഫാക്ട് ഓൾ ഓഫ് us know that's how he is. ദിനു, ഒരു നിതിൻ്റെ അനുഭവമല്ല. കാലാകാലങ്ങളിൽ പല നിതിന്മാരുടെ, പല പെൺകുട്ടികളുടെ അനുഭവമാണ്. അവന്മാർ ഇപ്പോഴും തുടരുന്നുണ്ട് അവിടെ അധ്യാപകരായിട്ട്. ഹാഷ്മി, ഞാൻ അതിലേക്ക് വരുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞതിനൊന്നും മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഒന്ന്, വളരെ കൃത്യമായിക്കൊണ്ട് അനാലിസിസ് നടത്തുന്ന സമയത്ത്, അതായത് ഇതുവരെ നടന്ന ആത്മഹത്യകളെ അനാലിസിസ് ചെയ്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്ന സമയത്ത് അതിനെ സെന്റിമെന്റ്സ് ആക്കുന്ന ലോജിക്കിനെയാണ് നമ്മൾ സവർണ ലോജിക് എന്ന് വിളിക്കുന്നത്. രാഹുൽ ഈശ്വർ രാഷ്ട്രീയ ചിന്തകനും ദിനു എല്ലാ കാലത്തും ദളിത് ചിന്തകനുമായി നിൽക്കുന്ന പരിപാടി അങ്ങ് രാഹുൽ ഈശ്വർ കയ്യിൽ വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് എനിക്ക് വികാരം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാഹോദര്യ ബോധം ഉള്ളത് കൊണ്ടാണ്. ആ സാഹോദര്യ ബോധം ഞാൻ ഇന്ന് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പോലും ഇടാതെ ഞാൻ കാത്തു നിന്നു. എത്ര പേരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കകത്ത് ഈ സാഹോദര്യ വികാരമുണ്ടെന്ന് കാണാൻ വേണ്ടി സാധിച്ചില്ല. ഹാഷ്മി എന്നോട് വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക, എന്തുകൊണ്ടാണ് പട്ടികജാതിക്കാരനായ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ട് പോസ്റ്റ് ഇടാത്തതെന്ന് വന്ന് ചോദിച്ച ആളുകളുണ്ട്. ഈ ചോദിച്ച ആളുകൾക്ക് ഇതിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമില്ല. ഹാഷ്മി, ഇന്ത്യക്കകത്ത് 37,000-ഓളം കുഞ്ഞുങ്ങളാണ് ഈ കഴിഞ്ഞ 2023 വരെയുള്ള കാലഘട്ടത്തിന് 3 വർഷത്തിനകത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നാഷണൽ ടാസ്ക് ഫോഴ്സിലേക്ക് കൃത്യമായ കൺസൾട്ടേഷൻ നടത്തി റിപ്പോർട്ട് അയച്ചിട്ടുള്ള, അതിനുവേണ്ടി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എല്ലാ സ്റ്റുഡൻസും എനിക്ക് തീർച്ചയായിട്ടും വികാരം കൂടി ഉണ്ടാക്കും. കാരണം ഒരു കുഞ്ഞിന്റെ മുഖം പോലും ക്ലാസ് റൂമിൽ നിന്ന് വാടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെയാണ്. നോക്കൂ, ഇവിടെ ഈ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യ ബോധമില്ലാത്ത മനുഷ്യർക്കാണ് എന്താണ് അനാലിസിസ് എന്നും എന്തുകൊണ്ട് മനുഷ്യർക്ക് വികാരം വരുന്നു എന്നതുള്ള കാര്യമൊന്നും തന്നെ മനസ്സിലാവാത്തതെന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഒരു കുഞ്ഞും ആത്മഹത്യ ചെയ്യരുത്, SC ST ഒഴികെ എന്നുള്ളതാണ് പരിപാടിയെങ്കിൽ അതിന് നിൽക്കാൻ തൽക്കാലം സൗകര്യമില്ല. ഒരു കുഞ്ഞും ഇന്ത്യക്കകത്ത് കൊല ചെയ്യപ്പെടരുത്, ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ നിലപാട്. രാധിക വിമുല, അമ്മയോട് ഞാൻ ദീർഘകാലം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അമ്മ ആ ഇന്റർവ്യൂവിന് ശേഷം പറഞ്ഞ ഒരേ ഒരു വാചകം എന്ന് പറയുന്നത് മക്കളെ ആത്മഹത്യ ചെയ്യരുതെന്നാണ്. ദളിത് വിദ്യാർത്ഥികളെ ആത്മഹത്യ ചെയ്ത്, ആദിവാസി വിദ്യാർത്ഥികളെ ആത്മഹത്യ ചെയ്യരുതെന്നല്ല, മക്കളെ ആത്മഹത്യ ചെയ്യരുതെന്ന്. അതിൽ ഉറച്ചു തന്നെ പറയുന്നു, ഏത് വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടാലും അതിൽ അടിസ്ഥാന വർഗ വിദ്യാർത്ഥികളാകുമ്പോൾ അവർ കടന്ന വഴികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മനസ്സിൽ തീർച്ചയായിട്ടും നോവും ഉണ്ടാവും. അതിന്റെ പേര് മനുഷ്യത്വം, സാഹോദര്യം എന്നുള്ളതാണ്. ഒരു ലോൺ ആപ്പിന്റെ കഥയുമായി വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ചെറിയ ക്ലാസ് റൂമിൽ ഡിബേറ്റ് മത്സരം നടത്തുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്, ഫ്ലിപ്പ് ഡിബേറ്റ് എന്ന് പറയും. 50 സെക്കൻഡ് അനുകൂലിച്ച് പറഞ്ഞാൽ അടുത്ത 50 സെക്കൻഡ് എതിർത്ത് പറയണം. ആ മത്സരത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ നടന്നുള്ള രോഹിത് വെമുലയുടെ മരണമടക്കമുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ മരണത്തിനകത്തും ഇങ്ങനത്തെ അവരുടെ പേഴ്സണൽ അസാസിനേഷൻ ചെയ്യുന്ന എന്തെങ്കിലും നറേറ്റീവുമായിട്ട് എല്ലാ കാലത്തും വരും. നിതിൻ രാജ് നിരന്തരം പറഞ്ഞിട്ടുള്ളത് ഈ ഇൻസൾട്ട് എന്നുള്ളതിനെതിരെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനോ, എപ്പോഴും അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണല്ലോ രാഹുൽ ഈശ്വർ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ മരണപ്പെട്ട് കിടക്കുന്ന നേരത്തല്ല ഈ സാധനം കൊണ്ടുവരേണ്ടത്. നാണയത്തിന്റെ 2 വശങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ കൊള്ളാം. മരണ വീട്ടിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ മൃതദേഹം അടക്കി കുറച്ച് സെക്കൻഡിന് ശേഷം ഇത്തരം നറേറ്റീവ്സ് കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ഇത് ജാതീയതയാണ് എന്നുള്ളത് തന്നെ ഉറച്ചു തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സംഗീത നമ്പ്യാർ എന്ന് പറയുന്നത്, സംഗീത നമ്പ്യാരെ സംഗീത രാഹുൽ ഈശ്വർ എന്ന് പറയാൻ പറ്റുമോ? സംഗീത അന്തർജൻ എന്ന് പറയാൻ പറ്റുമോ? ഡോക്ടർ TK സംഗീത നമ്പ്യാർ അവരുടെ ഒഫീഷ്യൽ നെയിമാണ്. പിന്നെ അവർ സംഗീത നമ്പ്യാർ അല്ലാതെ വേറെന്താണ് വിളിക്കേണ്ടത്? ഒഫീഷ്യൽ നെയിം അല്ലാതെ ഉപയോഗിക്കണം എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായിക്കൊണ്ട് പേരൂർക്കടയിലെ ബിന്ദുവിന് നേരെ അലിഗേഷൻ മാത്രം വന്നപ്പം നിമിഷ നേരം കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഒരു രാത്രി മൊത്തം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ പോലീസുകാരോട് കൂടിയിട്ടാണ് SC ST അട്രോസിറ്റി ആക്ട് ഇൻവോക്ക് ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ശബ്ദരേഖയിൽ ഉണ്ടായിട്ട് ഈ നേരം വരെയായിട്ട് നിങ്ങൾ ജയിലിൽ എടുക്കാത്ത, നിങ്ങൾ കേസിൽ വിളിക്കാത്ത, ഇൻവെസ്റ്റിഗേഷൻ പോലും കൃത്യമായി പോകാത്ത ഈ അവസ്ഥയുണ്ടല്ലോ, ഇതിനാണ് കൃത്യമായി ജാതീയത എന്ന് വിളിക്കുക. ഇതിനാണ് കൃത്യമായി ഈ പറയുന്ന അട്രോസിറ്റീസിന്റെ അടുത്ത് പോലീസ് സമീപിക്കുന്ന സമീപനം എന്ന് പറയും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുന്നു ഹാഷ്മി. രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത്, തലയിൽ ബാനും കെട്ടി ഏതോ സമരത്തിന് പോയ ചരിത്രമല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയ ചരിത്രം എന്ന് പറയുന്നത്. തലകൾ അടിച്ചു പൊട്ടി ചേലക്കാമ്പിലെ അഭ്യാസികളെ വിളിച്ച് സമരം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയി അരിവാൾ എന്തിക്കൊണ്ട് അമ്മമാർ സ്കൂളുകളിലേക്ക് നടത്തി ഉണ്ടാക്കിയെടുത്തിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചരിത്രമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചരിത്രം. അത് ജാതിവാദികൾക്ക് തീരെ എഴുതി കൊടുക്കാൻ വേണ്ടി ഒരു സൗകര്യമില്ല. 2 നാണയങ്ങൾ ജാതീയതയ്ക്കോ മനുഷ്യാവകാശങ്ങൾക്കോ മരണപ്പെട്ട ഇടങ്ങൾക്കും ഇല്ല എന്നുള്ളത് പ്രാഥമികമായി പറയുന്നു. സാഹോദര്യ ബോധമുള്ള ഓരോ മനുഷ്യനും ഇന്ന് കൃത്യമായിട്ട് സെന്റിമെന്റ്സും നോവും ഒക്കെ മനസ്സിൽ വരും. സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്ക് കണ്ണു നിറഞ്ഞത് സിദ്ധാർത്ഥിനെ പോലെ ഒരു വിദ്യാർത്ഥി
വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, ഒരു കുഞ്ഞു കൊല ചെയ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ് കണ്ണ് നിറഞ്ഞ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ വന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ മിനിമം മനുഷ്യത്വം സഹോദരി മൂല്യവും കൂടെ വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.